ഹായ് ഫ്രണ്ട്സ്, ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓർക്കിഡുകളെ ബാധിക്കുന്ന ഫംഗസ് രോഗത്തെ ചെറുത്ത് ഓർക്കിഡുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന രാസജൈവ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഓർക്കിഡുകളിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് ഫംഗസ് രോഗബാധ. മഴക്കാലത്തെ ഉയർന്ന ഹ്യൂമിഡിറ്റി ഫംഗസ് വ്യാപനം കൂട്ടുകയും ചെടി പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഫംഗസ് രോഗബാധ നിയന്ത്രിക്കുന്നതിന് കെമിക്കൽ ഫംഗിസൈഡായ സാഫ്, ഇൻഡോഫിൽ M45 എന്നിവ നാം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ജൈവ നിയന്ത്രണത്തിനായി സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നവരുമുണ്ട്. രണ്ടും ഫലപ്രദമാണെങ്കിലും ഏതു മാർഗം എപ്പോൾ ഉപയോഗിക്കണമെന്ന് ഓർക്കിഡ് വളർത്തി എക്സ്പീരിയൻസ് ഉള്ളവർക്കും സംശയമാണ്. സാഫ്, ഇൻഡോഫിൽ എന്നിവ കോണ്ടാക്ട് ഫംഗിസൈഡ്സ് ആണ്. നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ കാണപ്പെടുന്ന ഫംഗസ് രോഗബാധയായ കൂമ്പുചീയൽ, വേരുചീയൽ, ഇലപ്പുള്ളി രോഗം എന്നിവയ്ക്ക് ഈ കെമിക്കൽ ഫംഗിസൈഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് രോഗബാധ നിയന്ത്രിച്ച് ഓർക്കിഡിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഇവയുടെ ഉപയോഗം കൊണ്ട് സാധിക്കും. ഏതെങ്കിലും ചെടിയിൽ ഫംഗസ് ബാധ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഈ ഫംഗിസൈഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. 5 ഗ്രാം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിച്ച് കൊടുക്കാവുന്നതാണ്. ഓർക്കിഡുകളെ ബാധിക്കുന്ന പലവിധ രോഗങ്ങൾക്കുള്ള ഒരു ബയോ കൺട്രോൾ ഏജന്റാണ് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന മിത്ര ബാക്ടീരിയ. ചെടികളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ബാക്ടീരിയ ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെടികളെ ബാധിക്കുന്ന ഫംഗസ്, ബാക്ടീരിയ, നിമാവിരകൾ തുടങ്ങിയ പാരസൈറ്റുകൾക്കെതിരെ ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പാരസൈറ്റുകളുടെ വളർച്ച നിയന്ത്രിക്കുന്നതിൽ സ്യൂഡോമോണാസ് വളരെ ഫലപ്രദമാണ്. 10 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തെളിയൂറ്റി ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓർക്കിഡ് ചെടികളിലും പോട്ടിംഗ് മീഡിയത്തിലും സ്യൂഡോമോണാസ് കോളനികൾ രൂപപ്പെടുകയും ദീർഘകാലത്തേക്ക് ചെടികളിൽ രോഗപ്രതിരോധശേഷി ഉണ്ടാക്കുകയും ചെയ്യും. സ്യൂഡോമോണാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രോത്ത് ഹോർമോണുകൾ ചെടികളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. രോഗബാധയുള്ള ഘട്ടത്തിൽ പെട്ടെന്നുള്ള നിയന്ത്രണത്തിന് സാഫ് ഉപയോഗിക്കുകയും ചെടികൾക്ക് രോഗപ്രതിരോധശേഷി ഉണ്ടാക്കുവാൻ മാസത്തിലൊരിക്കൽ സ്യൂഡോമോണാസ് തളിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഡ്യുവൽ സ്ട്രാറ്റജിയാണ് ഏറ്റവും അഭികാമ്യം. കെമിക്കൽ ഫംഗിസൈഡ്സും സ്യൂഡോമോണാസും തളിക്കുന്ന ഘട്ടത്തിൽ കൈകളിൽ ഗ്ലൗസും മുഖത്ത് മാസ്കും ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഓർക്കിഡ് കരുത്തോടെ വളരുവാനും കൂടുതൽ ഷൂട്ട്സും ഫ്ലവേഴ്സും ഉണ്ടാകുവാനും മേൽപ്പറഞ്ഞ ഏജൻസ് യുക്തമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ.